പാതിവില തട്ടിപ്പ് സംബന്ധിച്ച് കോൺഗ്രസ് നേതാവ് നിജേഷ് അരവിന്ദ് ചെയർമാനായ IDC എന്ന സ്ഥാപനം വഴി തട്ടിപ്പ് നടന്നെന്ന് സ്ഥിരീകരണം. തട്ടിപ്പിന് ഇരയായവർക്ക് പണം തിരികെ നൽകുമെന്നും വിശദീകരണം. നിയമ നടപടിയുമായി പോയാൽ പണം തിരികെ നൽകുന്നത് മുടങ്ങുമെന്നും മുന്നറിയിപ്പ്. ഇവരുടെ മേഘ മാധവൻ ചേരുകയാണ്. മേഘ, ഇത്തരത്തിൽ തട്ടിപ്പ് നടന്നു എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുകയാണ്. മറ്റു വിവരങ്ങൾ എന്തൊക്കെ? ുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ കോഴിക്കോട് ജില്ലയിൽ തന്നെ കോൺഗ്രസ് നേതാക്കളിൽ പ്രമുഖനായ ഒരാളുടെ പേരാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. DCC ജനറൽ സെക്രട്ടറി നിജേഷ് അരവിന്ദാണ്. IDC എന്ന സ്ഥാപനത്തിന്റെ ചെയർമാനായ അദ്ദേഹം ഒരു വിശദീകരണ കുറിപ്പ് നിലവിൽ പുറത്തിറക്കിയിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ പലയിടങ്ങളിലായി ഗ്രാമീണ മേഖലകൾ ഉൾപ്പെടെ നിരവധി ആളുകൾ തട്ടിപ്പിനിരയായിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ആ തട്ടിപ്പ് സമ്മതിച്ചുകൊണ്ടുകൂടിയാണ് ഈ വിശദീകരണ കുറിപ്പ് വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ IDC സ്ഥാപനത്തിന്റെ ചെയർമാൻ എന്ന പേരിൽ പുറത്തിറങ്ങിയ വിശദീകരണ കുറിപ്പിൽ ഇതാണ് പറയുന്നത്. അതായത് പാതിയിലെ തട്ടിപ്പിൽപ്പെട്ട ആളുകൾക്ക് സാധന സാമഗ്രികൾ കൈമാറും, എങ്ങനെയെങ്കിലും തിരിച്ച് നൽകും, ഗൃഹോപകരണങ്ങൾ, ലാപ്ടോപ്പ് എന്നിവ വാഗ്ദാനം ചെയ്തിരുന്നു എന്ന് നമുക്ക് കൃത്യമായി തന്നെ ഈ വിശദീകരണ കുറിപ്പിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. എന്തൊക്കെ സാധനങ്ങളാണ് ഈ IDC നൽകിയത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് 129 ലാപ്ടോപ്പ്, 261 തയ്യൽ മെഷീൻ, 141 സ്കൂട്ടറുകൾ, 150ഓളം പേർക്ക് ജൈവവളം, 291 സ്കൂൾ കിറ്റ് എന്നിവ നേരത്തെ വിതരണം ചെയ്തിട്ടുണ്ട്. ഇതിൽ ലാപ്ടോപ്പ്, ഗൃഹോപകരണങ്ങൾ, സ്കൂട്ടറുകൾ എന്നിവയാണ് ബാക്കി കിടക്കുന്നത്. അതായത് ഈ സംഘടന ഏതൊക്കെ തരത്തിൽ തട്ടിപ്പ് നടത്തി എന്നത് കൃത്യമാക്കുന്നതാണ് ഈ വിശദീകരണ കുറിപ്പ്. അതിൽ പറയുന്നത് ലാപ്ടോപ്പുകളും ഗൃഹോപകരണങ്ങളും അതിനൊപ്പം തന്നെ ഈ കമ്പനി പ്രതിനിധികളുമായി സംസാരിച്ചുകൊണ്ട് കൂട്ടായ്മ നടത്തി എങ്ങനെ തിരിച്ചു നൽകാം എന്നതിൽ ഏകദേശം, അതായത് എങ്ങനെയാണ് എന്നതില്ല, ഏകദേശം ഒരു ധാരണയിൽ എത്തി നിൽക്കുന്നുണ്ട്. സ്കൂട്ടർ കമ്പനികളുമായും CSR നൽകുന്ന കമ്പനികളുമായും ചർച്ച ചെയ്തു വരുന്നു. കാരണം നിരവധി പരാതികൾ വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു വിശദീകരണ കുറിപ്പ് രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് എങ്ങനെയെങ്കിലും തിരിച്ച് ആളുകൾക്ക് നൽകാനുള്ള നടപടികൾ IDC സ്വീകരിക്കുമെന്ന് കൃത്യമായി തന്നെ ഈ വിശദീകരണ കുറിപ്പിൽ പറയുന്നു. ശരി, മേഘ വ്യക്തമാണ്. മേഘ മാധവനാണ് വിവരങ്ങൾ നൽകിയത്.